ഹായ് ഫ്രണ്ട്സ്, സോണി ജോസഫ്. എല്ലാവർക്കും ഇന്ററാക്റ്റീവ് ലൈവ് സെഷനിലേക്ക് സ്വാഗതം. നഷ്ടത്തിലുള്ള ഒരു പോർട്ട്ഫോളിയോ എങ്ങനെയാണ് ലാഭത്തിലേക്ക് കൊണ്ടുവരേണ്ടത്, എന്താണ് നാം അതിന് സ്വീകരിക്കേണ്ട പ്രധാനപ്പെട്ട ടെക്നിക്കുകൾ, അതിനെക്കുറിച്ചാണ് ഈ ലൈവ് സെഷൻ. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ മാർക്കറ്റ് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വലിയൊരു ക്രാഷാണ് സമീപകാലത്ത് നേരിട്ടിരിക്കുന്നത്. ഈ ഒരു ക്രാഷ് മൂലം വളരെ വലിയ ആശങ്കകളാണ് ആളുകൾക്ക് പൊതുവേ ഉള്ളത്. സാലറി പോലും ഇല്ലാത്ത സ്ഥിതിയിലേക്ക് മിഡിൽ ഈസ്റ്റിലും മറ്റും നിരവധി ആളുകൾ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടത്തിൽ തങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സിന്റെ ഭാവി എന്താകും എന്നുള്ള ആശങ്ക അവർക്ക് എല്ലാവർക്കുമുണ്ട്. ഈ ഒരു ആശങ്കയെ നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്? പ്രത്യേകിച്ചും ഏറ്റവും അധികം വോളറ്റിലിറ്റി ഉള്ള, ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഈ ഒരു അസറ്റ് ക്ലാസ്സിൽ, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന മേഖലയിൽ എങ്ങനെയാണ് നാം ഈ ഒരു സ്ഥിതിവിശേഷത്തെ മാനേജ് ചെയ്യേണ്ടത്? അതാണ് നാം ഇന്ന് പരിശോധിക്കുന്നത്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരിൽ, ഈ ലൈവ് കാണുന്നവരിൽ നിങ്ങളുടെ അവസ്ഥ എന്താണ്? നിങ്ങൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? പറയാൻ സാധിക്കുന്നവർക്ക് ടൈപ്പ് ചെയ്യാം. അതായത് ഓവറോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ സ്ഥിതി. ഈ ഒരു കോവിഡ് ക്രാഷിന് ശേഷം നിഫ്റ്റി വളരെ വലിയ ഇടിവ് നേരിട്ടിരിക്കുന്നു. എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? നിങ്ങളുടെ പോർട്ട്ഫോളിയോ മൊത്തത്തിൽ നിങ്ങൾക്ക് ലാഭമാണോ അതോ നഷ്ടമാണോ? വളരെ ദീർഘകാലം മുമ്പ് ഇൻവെസ്റ്റ് ചെയ്ത ആളുകളെ ഒരുപക്ഷെ ഇത് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടാവില്ല. അതായത് 10 വർഷം മുമ്പ് ഇൻവെസ്റ്റ് ചെയ്ത ആളുകളുണ്ട്, 5 വർഷം മുമ്പ് ഇൻവെസ്റ്റ് ചെയ്ത ആളുകളുണ്ട്, ലോങ് ടൈം ഹോൾഡിങ്സ് ഉള്ളവരുണ്ട്. അവരെ ഒരുപക്ഷെ വലിയ രീതിയിൽ ബാധിച്ചിരിക്കില്ല. എന്നാൽ സമീപകാലത്ത് ഇൻവെസ്റ്റ് ചെയ്ത പലർക്കും ഇതുമൂലം നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ ഇപ്പോൾ നഷ്ടം ഉണ്ടായി എന്ന് സമ്മതിക്കുന്നതിൽ യാതൊന്നുകൊണ്ടും നമ്മൾ മടിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഏത് സ്ഥിതിയാണോ നമ്മൾ അതിനെ അതേ രീതിയിൽ തന്നെ കാണാൻ തയ്യാറാവുക. നമുക്ക് ലാഭമാണെങ്കിൽ ലാഭം, നഷ്ടമാണെങ്കിൽ നഷ്ടം. ഷെയർ മാർക്കറ്റ് അങ്ങനെയാണ്. ഷെയർ മാർക്കറ്റ് വളരെ റിസ്ക് ഉള്ള ഒരു മേഖലയാണ്. ലാഭനഷ്ടങ്ങൾ അവിടെ മാറി മാറി വരും. ഈ ഒരു സാഹചര്യത്തിൽ ഈ നഷ്ടത്തിൽ നിന്ന് പുറത്ത് കടക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് സാധിക്കുമോ? എൻ്റെ ഒരു അനുഭവത്തിൽ അത് സാധിക്കും എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. അതിന് ചില കാരണങ്ങളുണ്ട്. ഒന്ന്, സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഹിസ്റ്ററിയാണ്. സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഹിസ്റ്ററിയിൽ ഒട്ടനവധി ക്രാഷുകൾ ഉണ്ടായിട്ടുണ്ട്. ഹർഷത് മേത്ത കുംഭകോണം നടന്ന സമയത്ത് കുറേയധികം ബാങ്കുകളിൽ നിന്ന് പണം സമാഹരിച്ച് അമിതമായിട്ട് സ്റ്റോക്ക് വില പെരുപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് 91 സംഭവിച്ചത്. വളരെ വലിയ ക്രാഷാണ് അപ്പോൾ സംഭവിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ എല്ലാം തകർന്നു എന്ന് ആളുകൾ വിചാരിച്ചു. എന്നാൽ അതിൽ നിന്ന് വളരെ വലിയൊരു റിക്കവറിയാണ് അവിടെ ഉണ്ടായത്. അതേപോലെ തന്നെ ഇപ്പോഴുള്ള ക്രാഷിൽ നിന്നും നിഫ്റ്റിയും സെൻസെക്സും ഒക്കെ റിക്കവർ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി. ജെറിൻ തച്ചിൽ, ക്രിസ്റ്റി വർഗീസ്, രാജേഷ് ജോസഫ് ജെയിംസ്, ജെയ്സൺ ജേക്കബ്, രൂപേഷ് കുമാർ, എൽകാർ മീഡിയ, ഷരീഫ് മണ്ണൂർ, കമൽ തുളസിദാസ്, അസറുദ്ദീൻ, വിഷ്ണു എം പി, സ്റ്റാൻലി ഡാനിയൽ, ജിൻസൺ ചെറുവത്തൂർ, സജി വർഗീസ്, ആദർശ് എസ് വി, റജി പാലാൽ, സനൂപ് സിദ്ദിഖ്, റജി പലാൽ, എല്ലാവർക്കും ഈ ഒരു ലൈവിലേക്ക് സ്വാഗതം. അതിനുശേഷം 2008 വളരെ വലിയ ഇടിവുണ്ടായി. അവിടെ നിന്ന് വളരെ വലിയ റിക്കവറി 2009 ഉണ്ടായി. 2011
12 വളരെ വോളറ്റൈലായിട്ടുള്ള മാർക്കറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴൊക്കെ താഴേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. അതിനുശേഷം നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ആ ഒരു സമയത്ത് മാർക്കറ്റ് ബുൾ റാലിയിലായിരുന്നു. അതിനടുത്ത വർഷം വീഴുകയുണ്ടായി 2015. അവിടെയെല്ലാം അവസാനിച്ചു എന്ന് എല്ലാവരും ചിന്തിച്ചു. 9000 ആണ് ഏറ്റവും വലിയ പീക്ക് നിഫ്റ്റിക്കെന്ന് എല്ലാവരും വിചാരിച്ചു. പക്ഷെ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് 12,000 എന്നൊരു പീക്ക് നമ്മൾ കാണുകയുണ്ടായി. ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് ലോങ് ടേം ഡയറക്ഷൻ മാർക്കറ്റിൻ്റെത് പോസിറ്റീവ് ആണ് എന്നുള്ളതല്ലേ? ആണെന്ന് തോന്നുന്നവർ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. ഈ ഒരു ലോങ് ടേം ഡയറക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടോ? എനിക്ക് ഇൻവെസ്റ്റേഴ്സിനോട് പറയാനുള്ളത്, നിങ്ങളുടെ പോർട്ട്ഫോളിയോ ലോസിലാണെങ്കിൽ ആ പോർട്ട്ഫോളിയോയുടെ സ്ഥിതി എന്ത് എന്നൊന്ന് വിശകലനം ചെയ്യുന്നത് നന്നായിരിക്കും. അതിന് ചില ടെക്നിക്കുകളുണ്ട്. അതിലൊന്ന് ഏത് തരം പോർട്ട്ഫോളിയോ ആണ് നിങ്ങളുടെ എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. 3 തരം പോർട്ട്ഫോളിയോസ് ആണ് ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ടത് എന്നാണ് വിദഗ്ധർ പറയുന്നത്. അതിലൊന്നൊരു കോർ പോർട്ട്ഫോളിയോ ആണ്. കോർ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്ന പോർട്ട്ഫോളിയോ ആയിരിക്കും. അതായത് വളരെ വലിയ റിസ്ക് കോർ പോർട്ട്ഫോളിയോയിൽ നാം സ്വീകരിക്കുകയില്ല. മോഡറേറ്റ് റിസ്ക് ഉള്ള പോർട്ട്ഫോളിയോ ആയിരിക്കും കോർ പോർട്ട്ഫോളിയോ. ഉദാഹരണത്തിന് ബാലൻസ്ഡ് ഫണ്ടുകൾ, അല്ലെങ്കിൽ ലിക്വിഡ് ഫണ്ടുകൾ, ആർബിട്രേജ് ഫണ്ടുകൾ, ലാർജ് ക്യാപ്പ് ഫണ്ടുകൾ, ഇങ്ങനെയൊക്കെ ആ രീതിയിൽ കോർ പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യാം. അങ്ങനെ ഒരു പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് ഉണ്ടോ? അതാദ്യം നിങ്ങൾ പരിശോധിക്കുക. രണ്ടാമത്തേത് സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോ ആണ്. എന്താണ് സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോയുടെ പ്രത്യേകത? കോർ പോർട്ട്ഫോളിയോ കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആണ് സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോയിൽ ഇടേണ്ടത്. അതായത് കുറച്ചുകൂടി ഗ്രോത്ത് വേണം, സുരക്ഷിതത്വം കുറച്ച് കുറഞ്ഞാലും കുറച്ചുകൂടി റിസ്ക് എടുക്കാം, കുറച്ച് ഹൈ റിസ്ക് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ആണ് സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോയിൽ ഇക്വിറ്റി പോർഷൻ ആയിരിക്കും മെയിൻ ആയിട്ട് വരുന്നത്. പക്ഷേ ലാർജ് ക്യാപ്പ് ഉണ്ടാവും, മിഡ് ക്യാപ്പ് ഉണ്ടാവും, സ്മോൾ ക്യാപ്പ് ഉണ്ടാവും. അതാണ് സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. മറ്റൊന്ന് ആസ്പിരേഷണൽ പോർട്ട്ഫോളിയോ ആണ്. ആസ്പിരേഷണൽ പോർട്ട്ഫോളിയോയിൽ പ്രധാനമായിട്ടും വരുന്നത് വളരെയധികം റിസ്ക് ഉള്ള ട്രേഡ്സ് ആയിരിക്കും. ഉദാഹരണമായിട്ട് നിങ്ങൾ സ്വിംഗ് ട്രേഡ്സ് ചെയ്യുന്നു, അത് ആസ്പിരേഷണൽ പോർട്ട്ഫോളിയോ ആണ്. നിങ്ങൾ പൊസിഷണൽ ട്രേഡ്സ് ചെയ്യുന്നു, അതായത് 1 മാസത്തിനകത്ത് നിങ്ങൾ ചെയ്യുന്ന ട്രേഡിങ് സ്വിംഗ് ട്രേഡിംഗ് ആണെങ്കിൽ ഏകദേശം 5-6 മാസത്തേക്ക് ചെയ്യുന്ന ട്രേഡ്സ് പൊസിഷണൽ ട്രേഡ്സ് ആണ്. അതൊക്കെ ആസ്പിരേഷണൽ പോർട്ട്ഫോളിയോയിലാണ് വരുന്നത്. നിങ്ങൾ സ്മോൾ ക്യാപ്പിൽ അഗ്രസീവായിട്ട് ചില പെന്നി സ്റ്റോക്കുകളിൽ വലിയ റിക്കവറി പ്രതീക്ഷ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അത് ആസ്പിരേഷണൽ പോർട്ട്ഫോളിയോയുടെ ഭാഗമാണ്. നിങ്ങൾ കറൻസി ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്നു, നിഫ്റ്റി ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്നു, അത് ആസ്പിരേഷണൽ പോർട്ട്ഫോളിയോയുടെ ഭാഗമാണ്. ഇങ്ങനെ പല രീതിയിൽ പോർട്ട്ഫോളിയോ തരംതിരിക്കുന്നു. ആളുകൾക്ക് പറ്റുന്ന പ്രധാന പ്രശ്നം ഇങ്ങനെയുള്ള 3 പോർട്ട്ഫോളിയോ ഉണ്ടാകേണ്ട സ്ഥാനത്ത് ഏതെങ്കിലും ഒരു പോർട്ട്ഫോളിയോയിൽ അവർ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. എങ്കിൽ പോലും ഒരാൾക്ക് കോർ പോർട്ട്ഫോളിയോ മാത്രമാണ് ഉള്ളതെങ്കിൽ പോലും അവർക്ക് ഭയപ്പെടേണ്ടതില്ല. കാരണം അവർക്ക് സുരക്ഷിതത്വമുണ്ട്, എന്നാൽ ഗ്രോത്തിനുള്ള സാധ്യതകളുമുണ്ട്. എന്നാൽ കോർ പോർട്ട്ഫോളിയോ തയ്യാറാക്കുന്നതിന് പകരം കുറച്ചുകൂടി റിസ്ക് ഉള്ള സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോ ആണ്. അതായത് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. ഞാൻ ചിലരോട് സംസാരിച്ച് കഴിയുമ്പോൾ അവർ പറയാറുണ്ട്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഉള്ള ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ ഇക്വിറ്റിയിലാണ്, വേറെങ്ങും ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ഈ രീതിയിൽ പറയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നിങ്ങൾക്ക് റിസ്ക് കുറയ്ക്കുന്ന രീതിയിലുള്ള ലിക്വിഡ് ഫണ്ടുകൾ, ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ, ഗോൾഡ്, ഇങ്ങനെയുള്ള അസറ്റുകൾ ഉണ്ടാവണം. അങ്ങനെ ഒരു കോർ പോർട്ട്ഫോളിയോ ഉണ്ടായതിനു ശേഷമാണ് ശരിക്കും സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോ ഉണ്ടാക്കേണ്ടത്. ചെറുപ്പക്കാർ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ മുഴുവൻ എമൗണ്ടും സ്വിംഗ് ട്രേഡ്സിനാണ് ഉപയോഗിക്കുന്നത്. വളരെ എക്സൈറ്റ്മെന്റിൽ ഡേ ട്രേഡ് ചെയ്യുന്ന ആളുകളുണ്ട്. മൊത്തം എമൗണ്ടും ഡേ ട്രേഡിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. ലോസ് ഉണ്ടായാൽ പോലും വീണ്ടും അവർ എമൗണ്ട് പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. കുറച്ച് എമൗണ്ട് ഇട്ട് ആദ്യം ട്രേഡ് ചെയ്യും, അതിലെ നഷ്ടം വന്നു, വീണ്ടും എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അത് നഷ്ടപ്പെടുന്നു, വീണ്ടും എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതേ രീതിയിൽ ഒരു കോർ പോർട്ട്ഫോളിയോ ഉണ്ടാക്കാനുള്ള പണം ഉണ്ടായിട്ട് പോലും അത് ഇൻവെസ്റ്റ് ചെയ്യാതെ ആസ്പിരേഷണൽ പോർട്ട്ഫോളിയോയിൽ മാത്രം അല്ലെങ്കിൽ പെന്നി സ്റ്റോക്ക് മാത്രം
3-4 പെന്നി സ്റ്റോക്കിൽ വളരെ വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടോ എന്ന് ആദ്യം ഒരു സെൽഫ് സ്റ്റഡി ആദ്യം നമ്മൾ നടത്തുക. ഇങ്ങനെ ഒരു സെൽഫ് അനാലിസിസ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം നമുക്കറിയാൻ പറ്റും. നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണോ പോകുന്നത്, ഗ്ലോബൽ ഫണ്ട് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിന് അനുസരിച്ചാണ് നാം പോകുന്നത്. ഇതൊരു സയൻസ് ആണ്, ഇതൊരു മെത്തേഡാണ്. നാം മാത്രമല്ല മാർക്കറ്റിലുള്ളത്, ലോകം മുഴുവൻ, അമേരിക്കയിൽ അല്ലെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റിൽ, ഹോങ്കോങ്ങിലുള്ള മാർക്കറ്റിൽ, ജാപ്പനീസ് മാർക്കറ്റിൽ ഒക്കെ ആയിട്ട് കോർപ്പറേറ്റ്സിൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് പൊതുവായിട്ടുള്ള ഹെഡ്ജ് ഫണ്ടുകളുണ്ട്, ഇക്വിറ്റി ഫണ്ടുകളുണ്ട്. സ്ഥിരമായിട്ട് ട്രാക്ക് റെക്കോർഡുള്ള 20 വർഷവും 30 വർഷവും ഒക്കെ ട്രാക്ക് റെക്കോർഡുള്ള ഒട്ടനവധി ഫണ്ടുകളുണ്ട്. 15% CAGR കൊടുത്തിട്ടുള്ള ഫണ്ടുകളുണ്ട്. അതിൽ കൂടുതൽ CAGR കൊടുത്തിട്ടുള്ള ഫണ്ടുകളുണ്ട് ലോങ് ടൈമിൽ. അപ്പോൾ അവർക്കെല്ലാം സ്ട്രാറ്റജികളുണ്ട്. ഇത് വിവിധ കാലഘട്ടങ്ങളിലായിട്ട് ഉരുത്തിരിഞ്ഞു വന്നതാണ്. ഇന്ന് നാം കാണുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റർ വാറൻ ബഫറ്റ് ആണ്. ജോർജ് സോറോസ് ഉണ്ട്. അതേപോലെ ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ നിക്കോളാസ് ഡാർവസ് ഉണ്ട്. അദ്ദേഹം ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സിന്റെ കുലപതിയായിട്ടാണ് അറിയപ്പെടുന്നത്. ഇതേ രീതിയിലുള്ള വലിയ ഇൻവെസ്റ്റേഴ്സിന്റെ സ്റ്റോറീസ് നമ്മുടെ മുമ്പിലുണ്ട്. എങ്കിൽ പോലും നമ്മൾ ആ പ്രിൻസിപ്പിൾസ് അനുസരിച്ചാണോ ചെയ്യുന്നത് എന്ന് ടെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആസ്പിരേഷണൽ പോർട്ട്ഫോളിയോ മാത്രമാണ് ഉള്ളതെങ്കിൽ എൻ്റെ സജഷൻ ഈ ഒരു ഇടിവ് സമയം ഒരു കോർ പോർട്ട്ഫോളിയോ തയ്യാറാക്കാൻ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ഫേസ്ബുക്ക് ലൈവിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു യൂട്യൂബ് ചാനലും അത് കാണാനായിട്ട് സാധിക്കും. പഴയ വീഡിയോസ് പരിശോധിച്ചാൽ കാണാനായിട്ട് സാധിക്കും. എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു, ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകളിലാണ് നിക്ഷേപിക്കാൻ അവസരമെന്ന്. ഏകദേശം 1 മാസം മുമ്പാണ് ആ ലൈവ് നടന്നത്. അന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് നോക്കിയാൽ പല ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകളിലും വളരെ നല്ലൊരു മൂവ്മെന്റ് ഉണ്ടായതായിട്ട് നിങ്ങൾക്ക് കാണാം. റിലയൻസിൽ നല്ല മാറ്റം ഉണ്ടായില്ല. അന്ന് ഏകദേശം 1100-1000 റേഞ്ചിലാണ് റിലയൻസ് ട്രേഡ് ചെയ്തത്. രാജ്യത്തെ ഏറ്റവും വലിയ കമ്പനിയാണ്. ഇപ്പോൾ അത് 1400 മുകളിലേക്ക് എത്തിയിരിക്കുന്നു. എത്ര വലിയ മാറ്റമാണ് കഴിഞ്ഞ 1 മാസത്തിൽ ഉണ്ടായത്. അന്ന് പ്രത്യേകം അത് പറഞ്ഞിരുന്നു. അതേപോലെ IT സ്റ്റോക്കുകളിൽ അവസരമുണ്ടെന്ന് പറഞ്ഞിരുന്നു. IT സ്റ്റോക്കുകളിൽ വളരെ വലിയ ഇടിവാണ് ഏറെ കാലത്തിന് ശേഷം നടന്നത് എന്ന് പറഞ്ഞിരുന്നു. അതൊരു അവസരമായിട്ട് ഉപയോഗിക്കാം എന്നുള്ള സൂചന തന്നിരുന്നു. TCS, ഇൻഫോസിസ് ഇങ്ങനെയുള്ള കമ്പനികളിൽ ഓഹരി വിലയിൽ 20% കൂടുതൽ അപ്രീസിയേഷൻ കഴിഞ്ഞ 1 മാസത്തിൽ ഉണ്ടായില്ല. ഇതേ രീതിയിലുള്ള അവസരം കോർ പോർട്ട്ഫോളിയോ ഇല്ലാത്തവർ അത് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. നിങ്ങളുടെ പോർട്ട്ഫോളിയോ നഷ്ടത്തിലാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അതിന്റെ അലോക്കേഷൻ കറക്റ്റ് ആണോ എന്ന് ശ്രദ്ധിക്കുക. പോർട്ട്ഫോളിയോക്ക് ഒരു വെയിറ്റേജ് നാം കൊടുക്കുന്നുണ്ടോ? ചില ഓഹരികളിൽ വലിയ എമൗണ്ട് ആണ്. ഞാൻ ഒട്ടനവധി പോർട്ട്ഫോളിയോ റിവ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ചില ആളുകളുടെ പോർട്ട്ഫോളിയോയിൽ ഏതെങ്കിലും ഒരു ഓഹരിക്കായിരിക്കും പ്രാധാന്യം, അല്ലെങ്കിൽ 2 ഓഹരിക്കായിരിക്കും പ്രാധാന്യം. എന്നാൽ ഇൻവെസ്റ്റ്മെന്റ് ഏകദേശം 25 കമ്പനികൾ ഉണ്ടാവും. പകുതി എമൗണ്ട് 2 കമ്പനിയിലായിരിക്കും. ബാക്കിയുള്ള എമൗണ്ട് ബാക്കിയുള്ള 23 കമ്പനികളിലായിട്ട് നിക്ഷേപിച്ചിരിക്കുന്നു. അങ്ങനെ ചെയ്താൽ എങ്ങനെയാണ് പോർട്ട്ഫോളിയോക്ക് ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടാകുന്നത്? പോർട്ട്ഫോളിയോക്ക് ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടാകണമെങ്കിൽ സിമ്പിളായിട്ട് ഞാൻ പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഇതാണ്. നിങ്ങൾ 20 സ്റ്റോക്ക് എടുത്തുള്ളെങ്കിൽ പോലും അതിന് പ്രശ്നമില്ല. നല്ല 20 സ്റ്റോക്ക് തിരഞ്ഞെടുക്കുക. പക്ഷേ ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യുക. ഒരു ഓഹരിക്ക് 5% അലോക്കേഷൻ. അതായത് 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ 5%, അതായത് 50,000 രൂപ ഒരു ഓഹരിയിൽ നിക്ഷേപിക്കുക. അത് എത്ര നല്ല കമ്പനിയും ആയിക്കൊള്ളട്ടെ, രാജ്യത്തെ ഏറ്റവും വലിയ കമ്പനി ആയിക്കൊള്ളട്ടെ, എങ്കിൽ പോലും നമുക്ക് പൂർണ്ണമായിട്ട് ഒരു സ്റ്റോക്കിനെ വിശ്വസിക്കേണ്ടതില്ല. 50,000 രൂപ ആ ഒരു ഓഹരിയിൽ നിക്ഷേപിച്ചു. അങ്ങനെ തുല്യമായിട്ടുള്ള ഒരു വെയിറ്റേജ് ഉണ്ടാക്കിയാൽ പോലും നമുക്ക് റിസ്ക് വളരെയധികം കുറയ്ക്കാനായിട്ട് സാധിക്കും. കാരണം എല്ലാ ഓഹരികളും ഒരേപോലെ താഴേക്ക് പോകുന്നില്ല. ഉദാഹരണമായിട്ട് 1 വർഷം മുമ്പ് എൻ്റെ പല ഇൻവെസ്റ്റേഴ്സും ഫാർമയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അന്ന് ഞാനത് സജസ്റ്റ് ചെയ്യുമ്പോൾ ചിലർ എന്നോട് ചോദിച്ചിരുന്നു, സോണി, ഫാർമ വളരെ ഇടിവിലല്ലേ നിൽക്കുന്നത്, പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ സജസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഞാനപ്പോൾ അതിന് പറഞ്ഞ കാരണം, ഫാർമ സൂചിക അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവ് നേരിട്ട് നിൽക്കുകയാണ്. 1 വർഷം മുമ്പ് അത്രയും വലിയ ഇടിവ് ഫാർമ സെക്ടർ കണ്ടിട്ടില്ല.
കാരണം FDA നയങ്ങൾ മൂലം ഇന്ത്യയിലുള്ള മെഡിസിൻസിന് വളരെയധികം പ്രതിസന്ധികൾ കടക്കേണ്ടതായിട്ടുണ്ട്. ഫാക്ടറി അവർ പരിശോധിക്കുന്നു, അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യുന്നു, മെഡിസിൻസ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഒട്ടനവധി പ്രശ്നങ്ങൾ. അപ്പോൾ മാർക്കറ്റ് ഇല്ലാതെ വിഷമിക്കുന്ന ഒരു സ്ഥിതി. ഇന്ത്യയുടെ ഫാർമ ഇൻഡസ്ട്രിയുടെ പ്രധാന എക്സ്പോർട്ട് US-ലേക്കാണ്. US തടയിടുമ്പോൾ, റെഗുലേഷൻസ് സ്ട്രിക്റ്റ് ആക്കുമ്പോൾ ഫാർമ പ്രതിസന്ധി നേരിട്ടു. അതുകൊണ്ട് തകർന്നു കിടക്കുകയാണ്. ഞാനപ്പോൾ പറഞ്ഞ ഒരു ന്യായം, നിങ്ങൾക്ക് ഫാർമ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരമുണ്ട് എന്ന് ഞാൻ അവരോട് പറഞ്ഞു. കാരണം ഏതെങ്കിലും 1-2 ഫാർമയിൽ ഇടുന്ന റിസ്ക് ഇല്ല, പലരും ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അതൊക്കെ ഗ്രീൻ സോണിലാണ്. മാർക്കറ്റ് ഇടിഞ്ഞപ്പോൾ പോലും ഫാർമ ഫണ്ടുകളൊക്കെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിരിക്കുന്നു. അത് എന്നെ നയിച്ച ഒരു ഘടകം, ഏറ്റവും ക്രാഷ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു സെഗ്മെന്റ്, ബോട്ടത്തിൽ കിടക്കുന്ന ഒരു സെഗ്മെന്റ്, നമ്മൾ മറ്റുള്ളവരുടെ ചിന്തയിൽ നിന്ന് വിരുദ്ധമായിട്ട്, അതിനാണ് കോൺട്രേറിയൻ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്, നമ്മൾ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് വലിയൊരു അവസരമാണ് അവയിൽ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സെഗ്മെന്റിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട് പറഞ്ഞത്. ഇതേ രീതിയിൽ തന്നെ IT സെഗ്മെന്റിൽ കഴിഞ്ഞ ക്രാഷിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറയുകയുണ്ടായി. ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നാം ആദ്യം ചെയ്യേണ്ടത്. നമ്മുടെ പോർട്ട്ഫോളിയോ നഷ്ടത്തിൽ ആണെങ്കിൽ നഷ്ടത്തിലുള്ള ഓഹരികൾ എന്ത് ചെയ്യണം എന്നോർത്ത് വിഷമിക്കുന്നതിന് പകരം പുതിയ കുറെ നല്ല സ്റ്റോക്കുകളുടെ ആഡ് ചെയ്തുകൊണ്ട് ആ പോർട്ട്ഫോളിയോ വലുതാക്കുവാനായിട്ട്, അത് ബ്രോഡ് ആക്കാനായിട്ടാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. സ്മോൾ ക്യാപ്പുകളുള്ള ഒരു പോർട്ട്ഫോളിയോ ആണെങ്കിൽ കൂടുതൽ ലാർജ് ക്യാപ്പുകളെ ആ പോർട്ട്ഫോളിയോയിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പോർട്ട്ഫോളിയോക്ക് സ്ട്രെങ്ത് വരുന്നു. കാരണം പുതിയ ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ പോകുന്നത് ലാർജ് ക്യാപ്പിലേക്കാണ്. അതേപോലെ തന്നെ വളരെ വലിയ റിസ്ക് ഉള്ള കമ്പനികളാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഉള്ളതെങ്കിൽ പോലും അതിൻ്റെ നേച്ചർ എന്താണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുമ്പോൾ സ്റ്റോക്കിന്റെ നേച്ചർ മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനമാണ്. സ്റ്റോക്കിന്റെ നേച്ചർ മനസ്സിലാക്കുന്നതിന് ഞാൻ ഉപയോഗിക്കുന്ന ടെക്നിക്ക് ഇതാണ്. അതിന്റെ ഓൾ ടൈം ചാർട്ട് പരിശോധിക്കുക. ഓൾ ടൈം ചാർട്ട് എന്ന് പറയുന്നത് കേവലം 1 വർഷത്തെ ചാർട്ടല്ല, 2 വർഷത്തെ ചാർട്ടല്ല. എന്ന് ആ ഒരു ഓഹരി തുടങ്ങിയോ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഒരു ഓഹരിയുടെ ചാർട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഓഹരിയുടെ പൊതുവെയുള്ള സ്വഭാവം എന്താണെന്ന് വളരെ ഈസി ആയിട്ട്, ഒരു ഫണ്ടമെന്റൽസും ഇല്ലാതെ, ഒരു ആനുവൽ റിപ്പോർട്ടും ഇല്ലാതെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബുള്ളിഷ് ആണോ ബിയറിഷ് ആണോ എന്ന് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലുള്ള ഓരോ സ്റ്റോക്കും എടുത്ത്, നിങ്ങൾ ഇതിനു മുമ്പ് അങ്ങനെ ചെയ്തിട്ടില്ലായിരിക്കും ഒരു പക്ഷേ, നിങ്ങൾ പരിശോധിക്കുക. അതിന്റെ ഓൾ ടൈം ചാർട്ട് പരിശോധിച്ചിട്ട് ഇപ്പോഴുള്ള സ്ഥിതി മനസ്സിലാക്കുക. പല ചെറിയ കമ്പനികളുടെ സ്ഥിതി ഇതേ രീതിയിലായിരിക്കും. അതായത് തുടങ്ങിയ നാൾ മുതൽ ഇന്ന് വരെ നേരെ താഴേക്ക് വരുന്ന ഒട്ടനവധി കമ്പനികളുണ്ട്. അതിനുശേഷം ഫണ്ടമെന്റൽസ് നോക്കിയാൽ അവ ലോസ് മേക്കിംഗ് കമ്പനീസ് ആണെന്ന് കാണാം. അത്തരം കമ്പനീസ് പോർട്ട്ഫോളിയോയിൽ വെച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പൂർണ്ണമായിട്ട് ലോസ് ഉണ്ടാക്കുന്ന കമ്പനികൾ എന്നെങ്കിലും നന്നാവും എന്നുള്ള പ്രതീക്ഷയോടെ പോർട്ട്ഫോളിയോയിൽ വെക്കുന്നതിൽ അടിസ്ഥാനമില്ല. ദീർഘകാലമായിട്ട് ഇറങ്ങുന്ന കമ്പനികൾ, അതായത് മാർക്കറ്റ് കയറിയപ്പോൾ പോലും ഇറങ്ങിയ കമ്പനികൾ കഴിഞ്ഞ 5 വർഷം മാർക്കറ്റിൽ അപ്സൈഡ് ഉണ്ടായി. ആ സമയത്ത് ഇത് പൂർണ്ണമായിട്ടും ഇറങ്ങിയായിരുന്നു. 5 വർഷമായിട്ട് ഡൗൺ ട്രെൻഡിലുള്ള കമ്പനികൾ നിങ്ങൾക്ക് ഒഴിവാക്കാം. അങ്ങനെ ഒരു മധ്യകാലത്തിൽ അല്ലെങ്കിൽ ദീർഘകാലത്തിൽ ചാർട്ടുകളിൽ മന്ത്ലി ക്യാൻഡിൽ സ്റ്റിക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് അറിയാനായിട്ട് സാധിക്കും. ഡൗൺ ട്രെൻഡ് ഉള്ള കമ്പനികൾ ഒഴിവാക്കുക, സെല്ല് ചെയ്ത് എക്സിറ്റ് ചെയ്ത് മാറുക എന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം. ആ ഒരു സ്റ്റോക്ക് ഫണ്ട് എടുത്ത് ഇടിവിലുള്ള ലാർജ് ക്യാപ്പ് ഓഹരികൾ വാങ്ങാനായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ റിക്കവറി ആദ്യം ഉണ്ടാകുന്നത് മാർക്കറ്റ് ഇടിവിന് ശേഷം ലാർജ് ക്യാപ്പിലായിരിക്കും. അതായത് വളരെ ടൈം ഈ ഫണ്ട് ലോസിൽ കിടക്കുന്നതിന് പകരം മാർക്കറ്റ് റിക്കവറിയിൽ ലാർജ് ക്യാപ്പുകൾ ആദ്യം മൂവ് ചെയ്യുന്നു, അതിനുശേഷം മിഡ് ക്യാപ്പ് മൂവ് ചെയ്യുന്നു. ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും.
ഇടയ്ക്ക് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യുക. വൈദ്യുതി തടസ്സം ഉണ്ടായി, അതുമൂലം ഉണ്ടായ തടസ്സമാണ്. പറഞ്ഞ് വന്നിടത്ത് നിന്ന് റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് നമ്മുടെ പോർട്ട്ഫോളിയോ പരിശോധിക്കുമ്പോൾ അതിലുള്ള ഓഹരിയുടെ നേച്ചർ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യണം. അതായത് പോർട്ട്ഫോളിയോയുടെ അലോക്കേഷൻ ചെക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞു, ഏത് തരം പോർട്ട്ഫോളിയോ ആണ് എന്ന് പരിശോധിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. അതേപോലെ ആ ഒരു ഓഹരിയുടെ നേച്ചർ എന്തെന്ന് നാം പരിശോധിക്കുകയും വേണം. 3 തരത്തിലുള്ള സ്റ്റോക്കുകളാണ് ഉള്ളത്. ഒന്ന് അപ് ട്രെൻഡ് ഉള്ള സ്റ്റോക്ക്, മറ്റൊന്ന് ഡൗൺ ട്രെൻഡ് ഉള്ള സ്റ്റോക്ക്, മറ്റൊന്ന് റേഞ്ച് ബൗണ്ട് സ്റ്റോക്ക്. നിങ്ങളുടെ കൈവശമുള്ള സ്റ്റോക്ക് ഡൗൺ ട്രെൻഡ് ഉള്ള സ്റ്റോക്ക് ആണെങ്കിൽ വിറ്റ് കളയുക എന്നുള്ളതല്ലാതെ യാതൊരു കാര്യവും ചെയ്യാനില്ല. ഈ ഒരു മാർക്കറ്റ് ഇടിവിൽ അത് വിറ്റ് കളയുക, അതിനുശേഷം നല്ലൊരു സ്റ്റോക്കിലേക്ക് മൂവ് ചെയ്യുക. എന്നാൽ ഒരു റേഞ്ച് ബൗണ്ട് സ്റ്റോക്കാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെങ്കിൽ, റേഞ്ച് ബൗണ്ട് സ്റ്റോക്ക് ഹിസ്റ്റോറിക്കലായിട്ട് കഴിഞ്ഞ ഒരു 5 വർഷത്തെ ട്രെൻഡ് നോക്കിയിട്ട്, ഉദാഹരണം പറയുകയാണെങ്കിൽ ബജാജ് ഓട്ടോ ഒരു റേഞ്ച് ബൗണ്ട് സ്റ്റോക്കാണ്. ഞാൻ പലപ്പോഴും ട്രേഡ് ചെയ്തിട്ടുള്ളതാണ്. 4ൽ കൂടുതൽ തവണ ഞാൻ അതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ ട്രേഡിംഗ് റേഞ്ച് എന്ന് പറയുന്നത് 2500, 3000 എന്നീ ലെവലിലാണ്. 2500 വാങ്ങിക്കും, 3000 കൊടുക്കും, 20% പ്രോഫിറ്റ് കിട്ടും. പലപ്പോഴും ഇതിന് 6-7 മാസങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഈ രീതിയിൽ റേഞ്ച് ബോണ്ട് സ്റ്റോക്കുകളിൽ പ്രോഫിറ്റ് എടുക്കാനായിട്ട് പറ്റും. നല്ല റേഞ്ച് ബോണ്ട് സ്റ്റോക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവ ഹോൾഡ് ചെയ്യാം, അത് എക്സിറ്റ് ചെയ്ത് മാറേണ്ടതില്ല. കാരണം അതൊരു മാർക്കറ്റ് ഇക്വിലിബ്രിയം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. മാർക്കറ്റ് റിക്കവറി ഉണ്ടാകുമ്പോൾ അത് തിരിച്ചു വരും. തിരിച്ചു വരുമ്പോൾ നമുക്ക് പ്രോഫിറ്റിൽ അത് എക്സിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, ഇല്ലെങ്കിൽ ലോസ് ഇല്ലാതെ എക്സിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഡൗൺ ട്രെൻഡിലുള്ള ഒരു സ്റ്റോക്ക് ആണെങ്കിൽ, ലോങ് ടൈം ഡൗൺ ട്രെൻഡിലുള്ള ഒരു സ്റ്റോക്ക് ആണെങ്കിൽ, സ്ഥിരമായിട്ട് നഷ്ടം ഉണ്ടാക്കുന്ന ഒരു സ്റ്റോക്ക് ആണെങ്കിൽ അത് വെച്ചുകൊണ്ടിരിക്കുന്നതിൽ യാതൊരു കാര്യമില്ല. മറ്റൊന്ന് അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കാണ്. ഉദാഹരണമായിട്ട് HDFC ലിമിറ്റഡ്, അതിന്റെ ലോങ് ടൈം ട്രെൻഡ് പരിശോധിക്കുകയാണെങ്കിൽ അപ് ട്രെൻഡ് ആണ്. പക്ഷെ ഇപ്പോൾ ഇടിഞ്ഞു കിടക്കുകയാണ്. അതേപോലെ ഒട്ടനവധി സ്റ്റോക്കുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഫിനാൻസ് സെക്ടറിലുള്ള എത്രയോ വലിയ കമ്പനികൾ, ബജാജ് ഫിനാൻസ്, ബജാജ് ഫിൻസർവ്, ദീർഘകാലത്തിൽ അപ് ട്രെൻഡ് ഉണ്ടായ സ്റ്റോക്കുകളിലൊക്കെ എത്രയോ വലിയ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നാം ശ്രദ്ധിക്കേണ്ടത്. ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ട്, അതുകൊണ്ട് ഈ ഒരു ലൈവ് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ വീണ്ടും ലൈവ് ഉണ്ടാവും. ഇതിന്റെ തുടർച്ച നാളെ ഉണ്ടാവും. താങ്ക് യു ഓൾ.